നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന സൈഡായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു മിൻറ്റ് ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിന് പച്ച കളറിലായിട്ട് കാണാൻ നല്ല രസമാണ് കാണാനായിട്ട്. അതുപോലെ തന്നെയാണ് കഴിക്കുമ്പോഴും. ഇതിന് വേണ്ട ചേരുവകൾ: മല്ലിയില വേണം, ഒരു പിടി മല്ലിയിലയും അരപ്പിടി പുതിനായിലയും. മല്ലിയില തണ്ടും എല്ലാം കൂടിയിട്ടാണ് ഞാൻ അരയ്ക്കുന്നത്. പുതിനായിലയുടെ തണ്ടെടുത്തില്ല, കാരണം ഇച്ചിരി കട്ടിയുണ്ടായിട്ട് തണ്ടെടുത്തില്ല. ഇളം തണ്ടാണെങ്കിൽ അതും നമുക്ക് യൂസ് ചെയ്യാം. പച്ചമുളക് വേണം. എരിവനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ഇടാം. ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ 2 എണ്ണം ഇടാം. അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ഒരു ചെറിയൊരു അല്ലി വെളുത്തുള്ളിയും വേണം. ഇഞ്ചിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് കുറച്ച് കൂടുതൽ ഇഞ്ചി ചേർത്താലും കുഴപ്പമില്ല. വയറിനൊക്കെ നല്ലതാണ് ഇഞ്ചി. അതുപോലെ തന്നെ മിൻറ്റും ഇതെല്ലാം കൂടെ വരുമ്പം ഒരു നല്ലൊരു അരോമയും നല്ല ടേസ്റ്റുമാണ്. അതുപോലെ തന്നെ നമ്മുടെ ദഹനത്തിനൊക്കെ വളരെയധികം ഇത് സഹായിക്കുകയും ചെയ്യും. പിന്നെ അതുപോലെ നമുക്ക് വേണ്ട സാധനം തൈരാണ്. തൈര് നിങ്ങൾക്കിഷ്ടമുള്ള അളവിനനുസരിച്ച് എടുക്കാം. നല്ല കുറുകിയിരിക്കണമെങ്കിൽ കുറുകിയ തൈര് വേണം. ഇച്ചിരി നീണ്ടിലിരിക്കണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉണ്ടാക്കാം. പക്ഷേ ഞാനിതിന് ഇൻഗ്രീഡിയൻസും ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുമാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വേണം ഉപ്പും കൂടെ ആവശ്യത്തിന് വേണം. പിന്നെ കൊച്ചുള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു അല്ലി കൊച്ചുള്ളി ഇട്ടാലും നല്ലതാണ്. എനിക്കിവിടെ കൊച്ചുള്ളി ഇല്ല, അതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി അരയ്ക്കുന്നില്ല കേട്ടോ. അല്ലാതെ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ടാണ് നമ്മൾ ഈ മിൻറ്റ് ചട്നി ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതെല്ലാം കൂടെ ഞാൻ ഇച്ചിരി ഈ ഇലകളെല്ലാം കൂടെ കുറച്ച് അരിഞ്ഞു. എന്നിട്ട് മിക്സിയുടെ ജാറിനകത്ത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചിയും കുറച്ച് ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ചാണ് അരയ്ക്കുന്നത്. വലിയ ജാറിനകത്തിട്ട് വേണമെങ്കിലും അരയ്ക്കാം. എൻ്റെ കുറച്ച് സാധനങ്ങളുള്ളതുകൊണ്ട് ഞാൻ കുഞ്ഞു ജാറിനകത്തിട്ടിട്ടാണ് അരയ്ക്കുന്നത്. പിന്നെ അരച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കരുത്. അതിന് പകരമായിട്ട് അരയുന്നില്ല എന്ന് കാണുവാണെങ്കിൽ കുറച്ച് തൈരങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. അതൊരു നല്ല പേസ്റ്റ് പരുവത്തിൽ ഇത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് അരച്ചിട്ട് ഞാനത് കാണിക്കാം. എങ്ങനെ ഏത് കൺസിസ്റ്റൻസിലാണ് വരുന്നത് നമുക്ക് കാണിക്കാം കേട്ടോ. ഇതുകൊണ്ട് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. നല്ല കുറുകി നല്ല തിക്കായിട്ട്. നിങ്ങൾക്ക് ഇച്ചിരി ഗ്രേവി ആയിട്ട് എങ്ങനെ വെള്ളം എടുക്കാം, പക്ഷേ നല്ലോണം അരയണം. അതായത് അരഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊരു നമ്മൾ ആ തരിതരിയായിട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇല അരഞ്ഞില്ലെങ്കിൽ ഒരു ഭംഗി കാണില്ല. അപ്പം നല്ലോണം അരഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഞാൻ ഇതിനകത്ത് ഇച്ചിരി തൈരും കൂടെ ചേർത്ത് അരച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ലോണം അരഞ്ഞ് കിട്ടത്തില്ല. അപ്പം തൈരും കൂടെ ചേർത്ത് ഇടയ്ക്കിടയ്ക്ക് തൈര് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തൈരിലോട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ തൈരിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല കുറുകിയ തൈരാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നീട്ടിയും കുറുക്കിയും വേണം എടുക്കാൻ. ചില ആൾക്കാർക്ക് ഇത് നീട്ടിയ രീതിയിലായിരിക്കും ഇഷ്ടം, ഇച്ചിരി നീട്ടിരിക്കണം. ചില ആൾക്കാർക്ക് ഇത് കുറുകിയ രീതിയിലായിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ചില സമയത്ത് നമുക്ക് തേങ്ങ നീണ്ടിരിക്കുന്ന ഒരു ഇതാണെങ്കിൽ കുറുക്കണമെങ്കിൽ ഒരു കുറച്ച് തേങ്ങ പച്ചത്തേങ്ങ അരച്ച് ചേർത്താലും ഇതിന് വേറൊരു ടേസ്റ്റ് വരും. പച്ചത്തേങ്ങ അരച്ച് കഴിഞ്ഞാൽ അതും ഇഷ്ടമുള്ള ആൾക്കാർക്ക് ചെയ്യാം. ഇത് പക്ഷേ സിമ്പിളായിട്ട് ഞാൻ ചെയ്യുന്നതാണ്. തേങ്ങയൊന്നും ഇടാതെ തൈരിനകത്തോട്ട് ഈ അരപ്പെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇനി ഞാനത് ശരിക്കും മിക്സ് ചെയ്തിട്ട് ഇതെങ്ങനെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് മുഴുവൻ ഞാൻ നല്ലോണം മിക്സ് ചെയ്തു. ഇത് നല്ല തിക്കായിട്ടുള്ള രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് കുറച്ചുകൂടെ ലൂസാക്കണേ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കാം. അല്ലെങ്കിൽ ഇത് തൈര് കുറച്ച് ഈ മിക്സിക്കകത്തിട്ട് അടിച്ചാലും മതി. അപ്പോൾ അത് തന്നെ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, അത് ലൂസായിട്ട് വരും. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ഇത് അടിക്കുമ്പോൾ ഫുൾ തൈരും കൂടെ മിക്സി ജാറിനകത്തിട്ട് അടിക്കാൻ ഇതാക്കരുത്. കാരണം അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫുള്ള് നീണ്ടു പോവും. പിന്നെ നമുക്ക് ഭയങ്കര നീണ്ട ഒരു മോരും വെള്ളം പോലെ ഒരു അവസ്ഥയിലോട്ട് വരും. അതുകൊണ്ട് ഒരിക്കലും തൈര് മിക്സിക്കകത്ത് ഈ ചട്നി ഉണ്ടാക്കുമ്പം അയക്കരുത്, അടിക്കാതെ ഇത് സെപ്പറേറ്റ് ഇട്ട് നമ്മൾ കറക്കി നമ്മുടെ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്ത് ചേർക്കണം. പിന്നെ ഞാൻ പറഞ്ഞ ഇച്ചിരി നീണ്ടു വരണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് കുറച്ച് തൈര് എടുത്ത് വേണം നിങ്ങൾക്ക് മിക്സിയിൽ അടിച്ച് ചേർക്കാം. വെള്ളം ഒഴിക്കാതിരിക്കുന്നതാണ് നല്ലത്. ഈ ടേസ്റ്റ് തന്നെ പോകുന്നതാണ് നല്ലത്. പിന്നെ ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്നും ഒക്കെ നോക്കുക. അങ്ങനെ പുതിന ചട്നി തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾ ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിരിയാണിയോടെ കഴിക്കാനായിട്ട്. ഇതുണ്ടെങ്കിൽ പിന്നെ സൂപ്പറായിട്ട് ഞാൻ നല്ലോണം ബിരിയാണി കഴിക്കും. അപ്പം നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഓക്കെ, എന്നാൽ ശരി.